പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തും കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം പ്രിയമുള്ളവരെല്ലാവരും സന്തോഷത്തോടും ക്ഷേമത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: അവൻ ഉച്ചത്തിൽ കരഞ്ഞു, മിസ്രയീമ്യരും ഫറവോൻ്റെ ഗ്രഹവും അത് കേട്ടു. യോസഫ് സഹോദരന്മാരോട്, ഞാൻ യോസഫാകുന്നു. വളരെ സുപരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് വായിച്ചു കേട്ടത്. കാലങ്ങൾക്ക് മുൻപേ, വർഷങ്ങൾക്ക് മുമ്പേ നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷ സഹോദരന്മാർക്കല്ല, യോസഫിന്, മറിച്ച് യോസഫിൻ്റെ അപ്പനായ യാക്കോബിന്. ഒന്നും കൂടെ പറഞ്ഞാൽ, നഷ്ടപ്പെടുത്തി കളഞ്ഞവർ മുൻപിൽ വന്നു നിൽക്കുമ്പോൾ ദർശനം കണ്ട, നിയോഗം പ്രാപിച്ച യോസഫ് ഉറക്കെ കരയുന്നു. സഹോദരന്മാരെ ഇനി കാണാൻ കഴിയുമോ എന്ന് പോലും ചിന്തിക്കുന്നൊരു നിലയിൽ നിന്ന് തന്നെ ആദരിക്കുന്നൊരു ദൈവത്തിൻ്റെ കരം അവിടെ ചലിക്കുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ വേദന ഹൃദയത്തിൽ നിന്ന് ഹൃദയം പൊട്ടി കരഞ്ഞ ചില നിമിഷങ്ങൾ കാണും. ഞാനൊരു ഉപദ്രവവും ചെയ്യാതെ, ഞാനൊരു ദ്രോഹവും ചെയ്യാതെ എന്നെ വെറുതെ ദ്രോഹിക്കുകയാണ്. താങ്കൾ അനുഭവിച്ച ദ്രോഹങ്ങളും ആ കഷ്ടതകളും അപമാനങ്ങളുമെല്ലാം പിന്നത്തേതിൽ വലിയ മാന്യതയുള്ളതാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ വളരെ വ്യക്തതയോടെ ഞാൻ ചില പ്രിയമുള്ളവരെ നോക്കി കൈമാറുന്നു. ആനന്ദത്തിൽ കരയുന്ന സന്ദർഭം വെളിപ്പെടാൻ പോകുക. എന്താ? ദൈവം പറഞ്ഞ ചില പ്രവചനങ്ങൾ, ദൈവം കാണിച്ച ചില ദർശനങ്ങൾ അതേപടി നിറവേറുന്നത് വെളിപ്പെട്ടു നിൽക്കുമ്പോൾ അത് കണ്ട് സന്തോഷത്തിൽ കരയുന്ന ചില സന്ദർഭങ്ങൾ വെളിപ്പെടും. യോസഫ് ഇവിടെ കാണുന്നത്, അവൻ ഉച്ചത്തിൽ കരഞ്ഞു. കരയാതിരിക്കാൻ കഴിയത്തില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പേ അവൻ കണ്ണാൽ കണ്ടത്, ദർശനത്തിൽ കണ്ട കാഴ്ച മുമ്പിൽ പ്രാവർത്തികമായി വന്നു നിൽക്കുന്നു. ഈ പ്രവചന ശബ്ദം ഞാൻ കൈമാറുമ്പോൾ ഈ ദൂത് ചിലരുടെ മേൽ അപ്ലൈ ആകുന്നത്, ചിലരുടെ മേൽ വെളിപ്പെട്ടു വരുന്നത്, കാലങ്ങൾക്ക് പിറകിൽ കേൾക്കപ്പെട്ടതും കാലങ്ങൾക്ക് പിറകിൽ ആവിഷ്ട്രോത്രം കണ്ടതുമായ ചില ദർശനങ്ങളെ, ദൈവിക ദൂതുകളെ നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടുത്തി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് കണ്ട് സന്തോഷിക്കുന്ന സുദിനം വെളിപ്പെടാൻ പോകുക. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെയാണ് വായിക്കുന്നത്: യോസഫ് ഉറക്കെ കരഞ്ഞു. എന്തിനാണ് കരയുന്നത്? സഹോദരന്മാരെ കാണുമ്പോൾ അവൻ്റെ പൊസിഷൻ മാറിയിരിക്കുന്നു. അവൻ എന്താണോ കണ്ടത്, അവനെ ദൈവം എന്താണോ കാണിച്ചത്, അതേപോലെ തന്നെ അവൻ്റെ പൊസിഷൻ ചേഞ്ച് ആയിരിക്കുന്നു. ഇന്ന് കേവലം ആ സഹോദരന്മാരുടെ അനുജൻ മാത്രമല്ല യോസഫ്, മിസ്രൈമിലെ ഭരണാധികാരിയായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താ കണ്ടത് യോസഫേ? അങ്ങ് കണ്ട ദർശനം മറ്റൊന്നും ല്ല. ചന്ദ്രനും സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും വണങ്ങുന്നതായിട്ട് കണ്ടു. ഇത് പറഞ്ഞപ്പോഴാണ് പരിഹാസം കേട്ടത്. ഇത് പറഞ്ഞപ്പോഴാണ് ദുഷിക്കപ്പെട്ട അവസ്ഥകൾ വന്നത്. പക്ഷേ അതിൻ്റെ നടുവിലും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദേശത്തിലൂടെ ഞാൻ പ്രിയമുള്ളവരോട് കൈമാറാൻ ആഗ്രഹിക്കുന്നത്, ചില ദർശനങ്ങൾ നിങ്ങളുടെ കരത്തിൽ കർത്താവ് കൊണ്ടെത്തിക്കാൻ തുടങ്ങുകയാണ്. കാലങ്ങൾക്ക് പിറകിൽ കണ്ട ചില ദർശനങ്ങൾ അത് മങ്ങിപ്പോയെന്ന് പറഞ്ഞ്, അസ്തമിച്ചുപോയെന്ന് പറഞ്ഞ ചില പ്രതീക്ഷകളെ, അസ്തമിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ചില പ്രതീക്ഷകളെ അത് നിങ്ങളുടെ കരത്തിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ആമേൻ പറഞ്ഞ് എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. യോസഫ് തന്നെ താൻ അടുത്ത വാക്യത്തിൽ വെളിപ്പെടുത്തുന്നു. യോസഫ് സഹോദരന്മാരോട് പറയും, ഞാൻ യോസഫാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങൾ പൊട്ടക്കിണറ്റിലിട്ട, നിങ്ങൾ വിൽറ്റ, ഞാൻ മരിച്ചെന്ന് എൻ്റെ അപ്പനോട് ചെന്ന് പറഞ്ഞ, ഞാൻ ഇല്ലാതായി പോയെന്ന് പറഞ്ഞ, എൻ്റെ സകല പ്രതീക്ഷകളെയും തല്ലിക്കെടുത്തിക്കളഞ്ഞ സഹോദരന്മാരുടെ മുന്നിൽ നിന്ന് യോസഫ് പറഞ്ഞു, ഞാൻ യോസഫാണ്. ഇത് ഒരു പ്രവചന ശബ്ദമായി ഞാൻ കൈമാറുകയാണ്. ചിലരോട് നിങ്ങൾ വെളിപ്പെടുത്താൻ പോകുകയാണ്, ഇത് ഞാനാണ്, ഇതിന്ന വ്യക്തിയാണ്. നമ്മളുടെ പേര് പറഞ്ഞ് വെളിപ്പെടുത്താൻ പോകുക. എങ്ങനെ?
നമ്മുടെ കഴിവ് കൊണ്ടോ മിടുക്കുകൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട്, ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് വെളിപ്പെടുത്താൻ പോകുക. അസ്തമിച്ചു പോയ പ്രതീക്ഷകളുണ്ടോ പ്രിയമുള്ളവരെ? ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ അസ്തമിച്ചു പോയി, ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. ഇനിയും പ്രതീക്ഷിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇനി എന്തിനാ പ്രാർത്ഥിച്ചിട്ടും വലിയ ഗുണമൊന്നുമില്ല. ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏറിയ കഷ്ടങ്ങളൊക്കെ വന്നത് എന്തിനാണെന്നറിയാമോ? അധികം മാന്യതയോടെ നിർത്തുവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൈമാറുന്നു. ആനന്ദത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വിടുതലുകൾ നിങ്ങൾ കണ്ടിട്ടും അനുഭവിച്ചിട്ടും ആനന്ദത്തിൽ കരയുന്ന സന്ദർഭങ്ങൾ വെളിപ്പെടും. അസ്തമിച്ചു പോയ പ്രതീക്ഷകൾ മടക്കിത്തരുന്നൊരു ദൈവമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, കർത്താവ് എനിക്കത് സാധ്യമാക്കി തരും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.